മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് പാസ്കൽസ് ലോയും ബെർണോളിസ് തിയറം ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ആദ്യം ലിക്വിഡ് പ്രഷർ എന്താണെന്ന് നോക്കാം. ലിക്വിഡിൻ്റെ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ ഡെപ്ത് കൂടുന്തോറും പ്രഷർ കൂടിയ വരിക. അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രഷറുണ്ട്. അറ്റ്മോസ്ഫിയറിലെ കോളം ഓഫ് എയർ കൊടുക്കുന്ന പ്രഷറിനാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുക. അപ്പോൾ അത് കൂടാതെ ലിക്വിഡിൻ്റെ സർഫസിൽ നിന്ന് താഴേക്ക് വരുന്തോറും പ്രഷർ കൂടി വരും. ലിക്വിഡ് പ്രഷർ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ പ്രഷർ എന്ന് പറയും. ആ പ്രഷറിൻ്റെ ഇക്വേഷൻ P is equal to H rho G ആണ്. ഇവിടെ H എന്ന് പറയുന്ന ഡെപ്ത് ആണ്. മുകളിൽ നിന്ന് ലിക്വിഡിൻ്റെ ഏറ്റവും മേളിലത്തെ സർഫസിൽ നിന്ന് താഴേക്കുള്ള ഡെപ്ത്. സപ്പോസ് ഈ പോയിന്റിലെ പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഇതെന്ന് പറയുന്നത് H എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും അത് ഡെപ്ത് ആണ്. ഓക്കെ, അപ്പോൾ P is equal to H rho G. പ്രഷർ എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നത്? ലിക്വിഡിന്റെ സർഫസിൽ നിന്ന് ഏത് പോയിന്റിലുള്ള പ്രഷറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അവിടെ വരെയുള്ള ഡെപ്ത്, പിന്നെ ലിക്വിഡിന്റെ ഡെൻസിറ്റി, പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇവിടെ ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുണ്ട്. ഗ്യാസസിനെയും ലിക്വിഡ്സിനെയും ജനറൽ ആയിട്ട് പറയുന്ന പേരാണ് ഫ്ലൂയിഡ്സ്. അതിൽ ലിക്വിഡ്സ് ആർ ജനറലി ഇൻകംപ്രസിബിൾ, കംപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്സിനെ കുറിച്ചാണ് പല ലോയും ചെയ്യുന്നത്. ഇനി പ്രഷറിന്റെ ഫോഴ്സും പ്രഷറിന്റെ യൂണിറ്റും ഡയമെൻഷനും ഒന്ന് നോക്കാം. പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫോഴ്സ് ബൈ ഏരിയ ആണ്. ഇവിടെ ഇപ്പൊ ഈ ലിക്വിഡിന്റെ ഉള്ളിലെ ഓരോ പോയിന്റിലും പ്രഷർ ഉണ്ട്. അത് കൂടാതെ ഈ ലിക്വിഡ് അതെടുത്തിരിക്കുന്ന കണ്ടെയ്നറിന്റെ ഭിത്തിയിലും പ്രഷർ കൊടുക്കുന്നുണ്ട്. അപ്പൊ പ്രഷർ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ബൈ ഏരിയ ആണ്. ലിക്വിഡ് കൊടുക്കുന്ന ഫോഴ്സ് ബൈ ഏരിയ. അല്ലെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആ പോയിന്റിൽ നിന്ന് മുകളിലേക്കുള്ള വെയിറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് ഒരു സിലിണ്ടറിക്കൽ വോളിയം എടുത്തു. അത്രയും വോളിയം ഓഫ് ലിക്വിഡിന്റെ വെയിറ്റ് ആണ് അവിടെ ഫോഴ്സ് എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ബൈ ഏരിയ ഗിവ്സ് പ്രഷർ. പ്രഷർ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ യൂണിറ്റ് എന്ത് വരും? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ പാസ്കൽ. പ്രഷറിന്റെ യൂണിറ്റ് പാസ്കൽ ആണ്. ആൻഡ് ഡയമെൻഷൻ ഫോഴ്സിൻ്റെത് ml T⁻², ആൻഡ് ഏരിയയുടേത് L². അപ്പോൾ ml T⁻² ഡിവൈഡഡ് ബൈ L², ദാറ്റ് ഈസ് ഈക്വൽ ടു ml⁻⁻1 T⁻². അപ്പോൾ പ്രഷറിന്റെ അതേ യൂണിറ്റും ഡയമെൻഷനും ഉള്ള ഒരു ക്വാണ്ടിറ്റി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു, സ്ട്രെസ്. സ്ട്രെസ്സിനും പ്രഷറിനും ഒരേ യൂണിറ്റും ഡയമെൻഷനും ആണ്. നമുക്കിനി ഈ ചാപ്റ്ററിൽ പാസ്കൽസ് ലോ ആണ് പഠിക്കാനുള്ളത്. പാസ്കൽസ് ലോ പറയുന്നത് നമ്മളൊരു ഫ്ലൂയിഡിന്റെ ഒരു പോയിന്റിൽ ഒരു പ്രഷർ അപ്ലൈ ചെയ്താൽ ആ പ്രഷർ ആ ഫ്ലൂയിഡിന്റെ എല്ലാ ഭാഗത്തേക്കും ഒരേപോലെ വ്യാപിക്കുന്നതാണ്. ഓക്കെ, ഈ ഇങ്ങനെ ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഒരു ഫ്ലൂയിഡിന്റെ ഒരു പോയിന്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എല്ലാ പോയിന്റിലേക്കും, ആ ഫ്ലൂയിഡിന്റെ എല്ലാ പോയിന്റിലേക്കും മാത്രമല്ല അതിരിക്കുന്ന കണ്ടെയ്നറിന്റെ വോൾസിലേക്കും ഭിത്തിയിലേക്കും ഒക്കെ ഒരേപോലെ വ്യാപിക്കും. അതാണ് പാസ്കൽസ് ലോ പറയുന്ന സ്റ്റേറ്റ്മെന്റ്. കൃത്യമായിട്ട് പഠിക്കുക. പാസ്കൽസ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ പ്രഷർ അപ്ലൈഡ് ടു any point on an incompressible fluid is transmitted equally to every other points. Okay, അപ്പോൾ ഈ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് വരുന്നത്. നമ്മുടെ വണ്ടിയൊക്കെ നമ്മൾ സർവീസ് സ്റ്റേഷനിൽ കൊടുക്കുമ്പോൾ അവിടെ ആ വണ്ടി കാറ് ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഓക്കെ, ഈ പാസ്കൽസ് ലോ ബേസ് ചെയ്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാന്ന് നോക്കാം. ഇവിടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇങ്ങനത്തെ ഒരു കണ്ടെയ്നറിന്റെ പ്രത്യേകത നോക്കി. ഇവിടെ ഏരിയ കുറവും ഇവിടെ ഏരിയ കൂടുതലുമാണ്. ഇനി ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ നമ്മൾ താഴേക്ക് താത്താൻ നമ്മൾ അവിടെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ ഇവിടെ ഒരു ചെറിയ ഏരിയ ആണ്, ഒരു സ്മോൾ പിസ്റ്റൺ ആണ്. സ്മോൾ പിസ്റ്റൺ അപ്ലൈ ചെയ്യാൻ നമ്മൾ ചെറിയൊരു ഫോഴ്സ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ അവിടെ ഒരു പ്രഷറാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ പാസ്കൽസ് ലോ അനുസരിച്ച്
ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈ ഫ്ലൂയിഡിന്റെ എല്ലാ പോയിന്റ്സിലേക്കും വ്യാപിക്കുകയാണ്, ഒരേപോലെ വ്യാപിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ പോയിന്റിനെ നമ്മളിവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റ് ഇവിടെ എ എന്നും ഈ സൈഡിന് എ എന്നും ഇവിടെ ബി എന്നും പേര് കൊടുക്കുന്നു. ഇവിടുത്തെ സർഫസ് ഏരിയ എ ആണ് കേട്ടോ. ഇവിടുത്തെ ചെറിയ സർഫസ് ഏരിയ ആണല്ലോ, അപ്പോൾ സ്മോൾ എ എന്നും അവിടുത്തെ ലാർജ് സർഫസ് ഏരിയ ആയിട്ട് ക്യാപിറ്റൽ എന്നും കൊടുക്കും. അപ്പൊ നമ്മളിവിടെ ഒരു ഫോഴ്സ്, ചെറിയ ഫോഴ്സ് സ്മോൾ എഫ് മാർക്ക് ചെയ്തു, ദാറ്റ് ഈസ് ആക്ടിങ് ഡൗൺവേർഡ്സ്. അപ്പൊ ഇവിടുത്തെ പ്രഷർ എത്രയാണ്? പ്രഷർ അറ്റ് എ എത്രയാണ്? എഫ് ബൈ എ, ഫോഴ്സ് ബൈ ഏരിയ. അപ്പോൾ പാസ്കൽസ് ലോ അനുസരിച്ച് ഇവിടെ അപ്ലൈ ചെയ്യുന്ന പ്രഷർ ഈ ലിക്വിഡിന്റെ എല്ലാ പോയിന്റ്സിലേക്കും ഒരേപോലെ വ്യാപിക്കുക. അപ്പോൾ ഇവിടെയും അതേ പ്രഷർ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ പ്രഷർ ഉപയോഗിച്ച് ഇവിടെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്തു, അത് ഉപയോഗിച്ച് ഈ കാറിനെ, വലിയൊരു മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ, കാർ പോലെ അതിനെ ലിഫ്റ്റ് ചെയ്യാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. ഇവിടെ നമ്മൾ ഡൗൺവേർഡ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ഒരു അപ്വേർഡ് ഫോഴ്സ് വെച്ച് ഈ ഹെവി മാസിനെ ലിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രഷർ എഫ് ബൈ എ, സ്മോൾ എഫ് ബൈ സ്മോൾ എ. ഇവിടുത്തെ പ്രഷർ എത്രയായിരിക്കും? പി ബി ഇസ് ഈക്വൽ ടു ഇവിടുത്തെ മേളിലേക്ക് ലിഫ്റ്റ് ചെയ്ത ഫോഴ്സ് എഫ്, അത്രയും മാസ്. ഇവിടെ ഫോഴ്സ് എന്ന് പറയുന്നത് ഈ മാസ്, ഈ കാറിന്റെ വെയിറ്റ് ആണ്. എഫ് ഇസ് ഈക്വൽ ടു എം ജി ഹിയർ ആൻഡ് ഏരിയ ക്യാപിറ്റൽ എ ആണ്. പി ബി ഇസ് ഈക്വൽ ടു ഈ സൈഡിലെ ഫോഴ്സ് ബൈ ഏരിയ, ക്യാപിറ്റൽ എഫ് ബൈ ക്യാപിറ്റൽ എ എന്ന് പറയും. ഓക്കെ, പാസ്കൽസ് ലോ അനുസരിച്ച് ഇവിടുത്തെ പ്രഷർ തന്നെയാണ് ഇവിടുത്തെ പ്രഷർ. പി എ ഇസ് ഈക്വൽ ടു പി ബി and small f by small a is equal to capital F by capital A. അപ്പൊ ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ബൈ എ ഇൻറ്റു ക്യാപിറ്റൽ എ. ഇവിടത്തെ ഏരിയ വലുതാവും തോറും കൂടുതൽ മാസിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ദസ് ബൈ അപ്ലൈയിങ് എ സ്മോൾ ഫോഴ്സ് ഓൺ എ സ്മോൾ ഏരിയ വി ക്യാൻ ലിഫ്റ്റ് ഹെവി മാസ് ഓൺ എ ലാർജ് ഏരിയ. ഇതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ പ്രിൻസിപ്പിൾ. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വരുമ്പോൾ നിങ്ങൾ ഈ പടം വരച്ച് ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോളിക് ലിഫ്റ്റ്, ഹൈഡ്രോളിക് ബ്രേക്സ്, പിന്നെ ഡെന്റിസ്റ്റിന്റെ ചെയർ. നിങ്ങൾക്ക് ഡെന്റൽ ഹോസ്പിറ്റലിൽ ആ ഡോക്ടർ ഒരു ചെറിയ പയ്യൊന്ന് കാലം കൊണ്ടൊന്ന് ചവിട്ടുള്ളൂ, അപ്പൊ നമ്മൾ ഇരിക്കുന്ന ചെയർ പൊങ്ങി വരും. അപ്പോൾ അതും ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് തന്നെയാണ്. ദീസ് ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നിങ്ങൾ ഈ കണ്ടെയ്നർ കണ്ടല്ലോ, ഒരു പ്രത്യേക രീതിയിലാണ് അതിൽ വെള്ളം ഉയർന്നു വന്നിരിക്കുന്നത്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ കണ്ടെയ്നറിന്റെ ഇടയ്ക്കിടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട്. പക്ഷെ നോക്കുക, ഇവിടെ എ ബി ആൻഡ് സി ഈ 3 പോയിന്റ്സിലും അല്ലെങ്കിൽ റീജിയനിലും വാട്ടർ ലെവൽ ഒരുപോലെയാണ്. അപ്പോൾ ഒരു കണ്ടെയ്നറിൽ എടുത്തിരിക്കുന്ന വെസലിന്റെ അതിന്റെ ഉള്ളിൽ വേറെ കണ്ടെയ്നർ ഒക്കെ എങ്ങനെയൊക്കെ വെച്ചാലും അതിന്റെ ലിക്വിഡ് ലെവൽ എല്ലാ പോയിന്റ്സിലും ഒരേപോലെ ആയിരിക്കും. അതിന്റെ കാരണം ഈ ലിക്വിഡ് പ്രഷറാണ്. ലിക്വിഡ് പ്രഷർ ഡെപ്തിനനുസരിച്ചാണ്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഡെപ്തിനനുസരിച്ചാണ് ലിക്വിഡ് പ്രഷർ കൂടി വരുന്നത്. ഡെപ്ത് കൂടുന്തോറും ലിക്വിഡ് പ്രഷർ കൂടി വരും. അപ്പൊ അതായത് ഒരേ ലെവലില് ലിക്വിഡ് പ്രഷർ സെയിം ആയിരിക്കും. അപ്പൊ പ്രഷർ സെയിം ആയതുകൊണ്ട് തന്നെ ലിക്വിഡ് ലെവൽ അറ്റ് ദ സർഫസ് ഹൈറ്റ് റിമെയിൻസ് ദ സെയിം. അപ്പോൾ നിങ്ങൾ ഈ പേര് ഓർത്തിരിക്കുക, ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. അതിൽ ഈ ലിക്വിഡ് ലെവൽ റിമെയിൻസ് ദ സെയിം ഇറസ്പെക്റ്റീവ് ഓഫ് ദി ഷേപ്പ് ഓഫ് ദ കണ്ടെയ്നർ. ദിസ് ഫിനോമിനൻ ഇസ് കോൾഡ് ഹൈഡ്രോസ്റ്റാറ്റിക് പാരഡോക്സ്. നമുക്ക് ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കായ ബെർണോളിസ് തിയറം പഠിക്കാം. ബെർണോളിസ് തിയറം പഠിക്കുമ്പോൾ അതിന് മുമ്പത്തെ 2 കാര്യങ്ങൾ, പ്രീവിയസ് നോളജ് നമുക്ക് ആവശ്യമാണ്. ഒന്ന്, 2 തരം ഫ്ലൂയിഡ് ഫ്ലോ, സ്ട്രീം ലൈൻ ഫ്ലോയും ടർബുലന്റ് ഫ്ലോയും എന്നും പറയും. അത്ര കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടിയുള്ള ഒരു ഫ്ലോ ഓഫ് ലിക്വിഡിനെയാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുന്നത്. സ്ട്രീം ലൈൻ ഫ്ലോയിൽ ഒരു ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിന്റെ പാർട്ടിക്കിൾസിന് ഒരു പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാത്തിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. അതായത് കൃത്യമായിട്ട് അടുക്കും ചിട്ടയോടുകൂടി ഓർഡർലി ഫ്ലോ ഓഫ് ലിക്വിഡിനാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുക. And disorderly flow of liquid is termed as turbulent flow. ഇത് നമ്മൾ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ബെർണോളിസ് തിയറം ഈസ് ആപ്ലിക്കബിൾ ടു സ്ട്രീം ലൈൻ ഫ്ലോ. പിന്നെ
ഒരു ഫ്ലൂയിഡിന് ഉള്ള 3 ടൈപ്പ് ഓഫ് എനർജി. നമ്മൾ സാധാരണ മോളിക്യൂൾസിന്റെ 2 ടൈപ്പ് ഓഫ് എനർജിയാണ് എപ്പോഴും പറയുന്നത്, കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ആ 2 എനർജിയും ഫ്ലൂയിഡ് പാർട്ടിക്കിൾസിനും ബാധകമാണ്. പിന്നെ ഇൻ അഡീഷണൽ ടു ദീസ് 2 എനർജീസ് there is one more energy, that is pressure energy due to liquid pressure. ഈ ഫ്ലൂയിഡിന്റെ പ്രഷർ കാരണം പ്രഷർ എനർജിയും കൂടി ഫ്ലൂയിഡ്സിന് ഉണ്ട്. അപ്പോൾ there are 3 types of energy possessed by liquid like fluid. They are kinetic energy, അതിന്റെ ഇക്വേഷൻ നമുക്കറിയാം, 12mv², and kinetic energy 12mv². Potential energy mgh. Also pressure energy എന്ന് പറയുന്ന പ്രഷർ ഇൻറ്റു വോളിയം ആണ് കേട്ടോ. ഇവിടെ വോളിയം ഞാൻ പ്രത്യേകം എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ഒരു വി വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് പ്രഷർ എനർജി എന്ന് പറയും. അപ്പോൾ സോ which are the 3 types of energy possessed by a liquid in a streamline flow? They are kinetic energy, potential energy and പ്രഷർ എനർജി മാത്രമേ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? പ്രഷർ ഇൻറ്റു വോളിയം. ഇനി ബെർണോളിസ് തിയറം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡിനാണ്. യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോയ്ക്ക് ഈ 3 എനർജിയുടെയും ടോട്ടൽ സം ഓഫ് ടോട്ടൽ എനർജി ഓഫ് എ ലിക്വിഡ്, total energy for unit mass of a liquid in a streamline flow remains constant. ഇതിന്റെ മൂന്നിന്റെയും സം ഈക്വൽ ടു 0 and it is for unit mass. യൂണിറ്റ് മാസിന് എത്രയാണെന്ന് നോക്കാം. അപ്പോൾ യൂണിറ്റ് മാസ് കൺസിഡർ ചെയ്യുമ്പോൾ ഇതുകൊണ്ട് മാസിനെ, ഓരോ എനർജിനെ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 12mv² ഡിവൈഡഡ് ബൈ m പോവും, 12v². അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി പൊട്ടൻഷ്യൽ എനർജി mgh-നെ m കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ gh മാത്രം വരും, gh. ഓക്കെ. ഇനി പ്രഷർ എനർജി എന്ന് പറയുന്ന പ്രഷർ ഇൻറ്റു വോളിയം ആണ്, ഡിവൈഡഡ് ബൈ മാസ് ചെയ്യുമ്പോൾ മാസ് ബൈ വോളിയം എന്ന് പറയുന്നത് വോളിയം ബൈ മാസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. മാസ് ബൈ വോളിയം എന്താണ്? ഡെൻസിറ്റി. ഓക്കെ, മാസ് ബൈ വോളിയം, അതായത് വോളിയം ബൈ മാസ് ഈസ് ഈക്വൽ ടു 1 ബൈ ഡെൻസിറ്റി. അപ്പോൾ അതാണ് പി ബൈ റോ എന്ന് പറയുന്ന ഡെൻസിറ്റി. അപ്പോൾ ബെർണോളിസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് കടക്കാം. നമ്മൾ ബെർണോളിസ് തിയറം എന്താണ് പറയുന്നത്? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് മാസ് ഓഫ് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ റിമെയിൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ 3 എനർജിയുടെയും കൂടെ ടോട്ടൽ. പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്, പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ് ആൻഡ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്. ഇത് മൂന്നിന്റെയും കൂടെ ടോട്ടൽ വാല്യൂ ഇൻ എ സ്ട്രീം ലൈൻ ഫ്ലോ for an incompressible fluid remains constant throughout the flow. നമുക്ക് ഇനി ബെർണോളിസ് തിയറത്തിന്റെ പ്രൂഫാണ് പഠിക്കാനുള്ളത്. പ്രൂഫിന് വേണ്ടിയിട്ട് നമ്മളൊരു വേരിയിങ് ക്രോസ് സെക്ഷണൽ ഏരിയ ഉള്ള പൈപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ പൈപ്പിലൂടെ ഒരു ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. ഇവിടെ ഏരിയ കൂടുതലാണ്, ഇവിടെ ഏരിയ കുറവാണ്. അപ്പോൾ ദിസ് ഇസ് എ സ്ട്രീം ലൈൻ ഫ്ലോ. കൺസിഡർ സ്ട്രീം ലൈൻ ഫ്ലോ ഓഫ് ലിക്വിഡ് through a pipe of non-uniform cross-sectional area. അപ്പോൾ നമ്മളിവിടെ ഒരു ഈ പൈപ്പിലൂടെ, ഇത് ഹൈറ്റ് കൂടുതലാണല്ലോ, ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഫ്ലൂയിഡിനെ പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്ക് അതിൻ്റെ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി, അതായത് തിയറമാണ് വർക്ക് എനർജി തിയറം. വർക്ക് എനർജി തിയറം ഉപയോഗിച്ചാണ് നമ്മളിവിടെ ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ പോയിന്റിൽ നമ്മൾ എന്തോരം വർക്ക് ചെയ്തു എന്ന് നോക്കുകയാണ്. വർക്ക് ഡൺ ടു പമ്പ് ദിസ് ഫ്ലൂയിഡ് ത്രൂ ദിസ് പൈപ്പ് അറ്റ് എ. ഇവിടെ നമ്മൾ 2 പോയിന്റ്, ഇങ്ങേ സൈഡിൽ നമുക്ക് ക്യാപിറ്റൽ എന്നും ഇങ്ങേ സൈഡ് ബി എന്നും കൊടുക്കാം. ഓക്കെ, വർക്ക് ഡൺ അറ്റ് എ എന്ന് പറയുന്നത് വർക്ക് ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വോളിയം. ഓക്കെ, വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ പ്രഷർ P1 ഇവിടുത്തെ പ്രഷർ P2 ആണെന്നിരിക്കട്ടെ. അപ്പോൾ പ്രഷർ ഇവിടെ വ്യത്യാസമുണ്ട്, ഹൈറ്റ് അനുസരിച്ച് ലിക്വിഡ് ലെവൽ വ്യത്യാസം ഉണ്ടല്ലോ, അതിനനുസരിച്ച് 2 ഹൈറ്റിൽ ഇരിക്കുമ്പോൾ 2 എയും ബിയും 2 ഹൈറ്റിൽ ഇരിക്കുന്ന പോയിന്റ്സ് ആണ്. അതുകൊണ്ട് ഇവിടുത്തെ പ്രഷർ P1 ആയിരിക്കും, ഇവിടുത്തെ P2 ആയിരിക്കും. ഇവിടെ വെലോസിറ്റി ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ V1 ഇവിടുത്തെ V2 ആണ്. ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ A1 ആണ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ A2, ഇവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഓക്കെ,
അപ്പോൾ ഇവിടെ ഈ വർക്ക് ഡൺ അറ്റ് എ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ക്രോസ് സെക്ഷണൽ ഏരിയയിലെ പ്രഷർ എത്രയാണോ അത് ഇൻറ്റു ഇവിടുത്തെ വോളിയം. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്ന വോളിയം ആണ് കേട്ടോ, P1 ഇൻറ്റു V1 എന്ന് പറയുന്നത്. ഇനി അഗെയിൻ നമ്മൾ വോളിയത്തിന് മാസ് ബൈ ഡെൻസിറ്റി m/ρ എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ വർക്ക് ഡൺ ഓൺ ദ ലിക്വിഡ് അറ്റ് എ ഈസ് ഈക്വൽ ടു P1 m/ρ. അതേപോലെ ഇവിടെ നമ്മളൊരു വർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഇവിടെയും ആ ഫ്ലൂയിഡ് അവിടെ പുള്ളി ചെയ്യാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇവിടെ വർക്ക് ഈസ് ഡൺ ബൈ ദ ലിക്വിഡ് ആണ്. ഓക്കെ, ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്, വർക്ക് ഡൺ ബൈ ദ ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് അറ്റ് ബി ഈസ് ഈക്വൽ ടു P2 V2. ഇവിടുത്തെ വോളിയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സെക്ഷനിലെ വോളിയം ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. P2 V2 എന്ന് പറയും. അവിടെയും വോളിയത്തിന് പകരം നമ്മൾ m/ρ കൺസിഡർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ കൈനറ്റിക് എനർജി എത്രയാണെന്ന് നോക്കാം. കൈനറ്റിക് എനർജി നിങ്ങൾക്ക് അറിയാം, 12mv² അല്ലേ. അപ്പൊ ഇവിടുത്തെ കൈനറ്റിക് എനർജി, ഇവിടുത്തെ വെലോസിറ്റി V1 ആണെങ്കിൽ 12mv1² എന്ന് പറയും, കൈനറ്റിക് എനർജി അറ്റ് എ. സിമിലർലി കൈനറ്റിക് എനർജി അറ്റ് ബി എത്രയാണ്, 12mv2² എന്ന് വരും. അപ്പൊ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, എത്രയാണ്? ഇവിടെ നമുക്ക് നെറ്റ് വർക്ക് ഡൺ നോക്കാം. നെറ്റ് വർക്ക് ഡൺ എത്രയാണ്? നെറ്റ് വർക്ക് ഡൺ is equal to P1 into m/ρ minus P2 into m/ρ. അല്ലെങ്കിൽ നമുക്ക് P1 minus P2 into m/ρ എന്ന് എഴുതാം. That is a net work done. ഇനി നമുക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എഴുതാം. What is a change in kinetic energy? എപ്പോഴും നമ്മൾ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറയ്ക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ 12mv2² മൈനസ് 12mv1². അതേപോലെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? ഇവിടുത്തെ ഹൈറ്റ് h1 ആണെങ്കിൽ mgh1 പൊട്ടൻഷ്യൽ എനർജി, ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി mgh2. അപ്പൊ ചേഞ്ച് mgh2 മൈനസ് mgh1. അപ്പൊ വർക്ക് എനർജി തിയറം അനുസരിച്ച് നെറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. ഇപ്പൊ ഒരേ ലെവലിലാണ് ഇരിക്കുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ എനർജിയുടെ ചേഞ്ച് ഇല്ല. പൊട്ടൻഷ്യൽ എനർജി രണ്ട് ലെവലിലും സെയിം ആകുമ്പോൾ ദർ ഇസ് നോ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നെറ്റ് വർക്ക് ഡൺ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉള്ളു. ഇവിടെ നമ്മൾ ഒരു ഇങ്ങനെ ഈ ട്യൂബിന്റെ ബി എന്ന് പറയുന്ന സെക്ഷൻ ഇത്തിരി ഉയർന്നാണ് ഇരിക്കുന്നത് ഈ സെക്ഷനെ അപേക്ഷിച്ച്. അപ്പോൾ ദർ ഇസ് എ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി ഓൾസോ. അപ്പോൾ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് ഡൺ, നെറ്റ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി പ്ലസ് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. Work done is equal to change in kinetic energy plus change in potential energy. Net work done എന്ന് പറയുന്നത് P1 into m/ρ minus P2 into m/ρ. The change in kinetic energy 12mv2² minus 12mv1². ഇത് change in potential energy mgh2 minus mgh1. ഇനി നമുക്ക് ആ 1 ഉള്ള ടേംസ് ഒക്കെ ഇപ്പുറത്തേക്കും 2 ഉള്ള ടേംസ് ഒക്കെ അപ്പുറത്തേക്കും കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ ഓൾറെഡി P1 into m/ρ ഉണ്ട്, പിന്നെ മൈനസ് 12mv1² ഇപ്പുറത്തേക്ക് കൊണ്ടുവരുവാണ്. അപ്പോൾ പ്ലസ് 12mv1², പിന്നെ ഈ mgh1 അതും ഇവിടെ മൈനസ് ആണ്, ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് mgh1 ആകും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു P2 m/ρ ഇവിടെ മൈനസ് ആണ്, അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് P2 m/ρ പ്ലസ് ഇത് എഴുതുന്നു 12mv2² പ്ലസ് mgh2. ഇത്രയും വരും. പിന്നെ ബെർണോളിസ് തിയറം നമ്മൾ പറയുന്നത് എങ്ങനെയാണ്? ഫോർ യൂണിറ്റ് മാസ് ആണ്, ടോട്ടൽ എനർജി ഫോർ യൂണിറ്റ് മാസ് ഓഫ് ലിക്വിഡ് എന്നാണ്. അതായത് ഈ ഇക്വേഷനെ മൊത്തത്തിൽ നമുക്ക് m വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. അപ്പോൾ P1/ρ യൂണിറ്റ് മാസ് എന്ന് പറയുമ്പോൾ എമ്മിന്റെ വാല്യൂ 1 കൊടുക്കുക, അല്ലെങ്കിൽ m വെച്ച് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കൺസിഡർ ചെയ്യാം. P1/ρ 12v1² പ്ലസ് gh1 is equal to P2/ρ plus 12v2² plus gh2. അതായത് ഫസ്റ്റ് പോയിന്റ് എയിലെ ടോട്ടൽ എനർജി is equal to ബിയിലെ ടോട്ടൽ എനർജി ഫോർ യൂണിറ്റ് മാസ്. Thus Bernoulli's theorem is proved.
അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് പി ബൈ റോ പ്ലസ് ഹാഫ് വി സ്ക്വയർ പ്ലസ് ജി എച്ച് ഇസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് എഴുതാം. അപ്പൊ നമ്മൾ എങ്ങനെയാ ബെർണോളിസ് തിയറം പ്രൂവ് ചെയ്യുന്നത്? വർക്ക് എനർജി തിയറം ഉപയോഗിച്ച്. ഇതിന്റെ പ്രൂഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നന്നായിട്ട് പഠിക്കുക.